ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇ.ഡി. ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ഇ.ഡി. സമാന്തര അന്വേഷണം നടത്തുന്നതിന് എസ്.ഐ.ടി അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ആദ്യഘട്ടം മുതൽക്കേ ശബരിമലയിലേക്ക് ഇ.ഡി. അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. വിശദാംശങ്ങളുമായി കൊല്ലത്തു നിന്നും എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ രാജ്യാന്തര ബന്ധമുള്ള കള്ളക്കടത്ത് കേസ്, കവർച്ചാ കേസ്, അതുകൊണ്ട് തന്നെ ഇ.ഡി. അന്വേഷണം വേണമെന്ന നിലപാടിലാണ് പൊതുസമൂഹമുള്ളത്. ഇ.ഡി. അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കള്ളി വെളിച്ചത്താകും എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണവും വേണ്ട, ഇ.ഡി. വേണ്ട, CBI വേണ്ട, ദേശീയ അന്വേഷണ ഏജൻസികൾ ഒന്നും വേണ്ട എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിജിലൻസ് കോടതിയുടെ വിധി എത്രത്തോളം നിർണായകവുമാണ്? തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇ.ഡി. അന്വേഷണവുമായി മുന്നോട്ട് വരുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോട് തന്നെ, അതായത് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇ.ഡി. അന്വേഷണത്തിൽ തെറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇ.ഡി. ഹൈക്കോടതിയുടെ അനുമതിയോടെ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കുന്നു. എസ്.ഐ.ടിയോട് മുഴുവൻ രേഖകളും, അതായത് കേസിൻ്റെ FIR, റിമാൻഡ് റിപ്പോർട്ടുകൾ അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. ആ ഹർജി പരിഗണിക്കുന്നത് പലതവണ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് കാരണം എതിർപ്പുണ്ടെന്ന് ഈ പ്രോസിക്യൂഷൻ അറിയിക്കുമ്പോഴും അത് രേഖാമൂലം അറിയിക്കുവാനുള്ള സമയം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ 17-ാം തീയതിയാണ് അവസാനമായി ഈ എതിർപ്പറിയിക്കുവാനുള്ള ഒരു സമയം നൽകിയത്. അപ്പോൾ 17-ാം തീയതി ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് എസ്.ഐ.ടിയുടെ ഭാഗത്തുനിന്നും ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദമെന്ന് പറയുന്നത് ഇ.ഡി. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ മുഴുവൻ രേഖകളും കൈമാറാൻ സാധിക്കില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ സമാന്തര അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് എസ്.ഐ.ടിയെ ബാധിക്കുമെന്നും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുമൊക്കെയാണ്. എന്നാൽ ഇ.ഡി. അന്വേഷണം എങ്ങനെയാണ് എസ്.ഐ.ടിയെ ബാധിക്കുക എന്നുള്ള ചോദ്യം ആവർത്തിക്കുകയായിരുന്നു ഇ.ഡി. അഭിഭാഷകനായിട്ടുള്ള MJ സന്തോഷ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇ.ഡി. അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത്, അല്ലെങ്കിൽ എസ്.ഐ.ടി എന്തുകൊണ്ടാണ് മുഴുവൻ രേഖകളും കൈമാറാൻ തയ്യാറാകാത്തത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഉന്നതരിലേക്കടക്കം അന്വേഷണം എത്തുമോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ള ഒരു ഭയം എന്ന് പറയുന്നത്. കാരണം എസ്.ഐ.ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ നോക്കുകയാണെങ്കിൽ പത്മകുമാർ വരെയാണ് അറസ്റ്റ് ഉള്ളത്. അതിനുശേഷം ഉദ്യോഗസ്ഥരെയൊക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇ.ഡി. അന്വേഷണം അങ്ങനെ ആയിരിക്കില്ല. ഇ.ഡി. വിപുലമായി തന്നെ അന്വേഷിക്കുമ്പോൾ അത് ചിലപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കോ മന്ത്രിമാരിലേക്കോ അടക്കം എത്തുമെന്നുള്ള ഒരു ഭയം തന്നെയാണ് സർക്കാരിനുള്ളത്. എന്തായാലും ഇന്നത്തെ കോടതി വിധി നിർണായകമാണ്. അതായത് ഇരുവാദങ്ങളും പരിഗണിച്ചുകൊണ്ട് ഇ.ഡി. ഹർജിയിൽ ഇന്ന് വിജിലൻസ് കോടതി വിധി പറയുകയാണ്. രേഖകൾ മുഴുവനായും കൈമാറണമോ വേണ്ടയോ എന്നുള്ളത് ഇന്ന് കോടതി പറയും. എന്നാൽ അതിനുശേഷം രേഖകൾ കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക്, ഹൈക്കോടതി അടക്കം സമീപിച്ചുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കാനാണ് ഇ.ഡിയുടെ തീരുമാനം. തന്നെ രേഖകൾ കൈമാറണം എന്നുള്ള നിലപാട് തന്നെയാണ് ഇ.ഡി. ആവർത്തിക്കുന്നത്. കാരണം ഇതിൽ കള്ളപ്പണത്തിൻ്റെ ഇടപാടുകളുണ്ട്, രാജ്യാന്തര തലത്തിലുള്ള ചില മാഫിയകളുടെ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള വിശദാംശങ്ങളാണ് ഏറ്റവും ഒടുവിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇ.ഡിയുടെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. കാരണം എസ്.ഐ.ടിയുടെ അന്വേഷണം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്, ജാഗ്രതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അത് നേരായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ചില സമയങ്ങളിൽ വാസുവിലേക്കും പത്മകുമാറിലേക്കും എത്തിയ ഘട്ടത്തിലും ഇനി കടകംപള്ളിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും അതിലല്പം മന്ദഗതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലളിതവുമാണ്. കാരണം സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഈ എസ്.ഐ.ടി സംഘമുള്ളത്, പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ട്. ഇവിടെയാണ് CBI പോലുള്ള ഇ.ഡി. പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളുടെ സുതാര്യമായ അന്വേഷണം ഏവരും പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിലപാട് അത്തരത്തിൽ ഇ.ഡി. വേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ പ്രമാദമായ ഒരു കേസായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവത്തോടെ നീതിന്യായ വ്യവസ്ഥയും മുഖവിലക്കെടുക്കുമെന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ മനോജ്?
തീർച്ചയായും എന്തായാലും അനുകൂലമായുള്ള വിധിയായിരിക്കുമെന്ന് ഇ ഡി പ്രതീക്ഷിക്കുന്നു. എന്തായാലും നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അവസാനത്തെ അറസ്റ്റ് പത്മകുമാറായിരുന്നു. അതിനുശേഷം മറ്റ് അറസ്റ്റ് നടപടികളിലേക്കൊന്നും തന്നെ SIT നീങ്ങിയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമോ എന്ന് സർക്കാരിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നിന്നും അടുത്തതായി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലും കേന്ദ്ര ഏജൻസിയെ എതിർക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെയാകാം. എന്തായാലും ED അന്വേഷണം അനിവാര്യമാണ് എന്നുള്ള കാര്യം അത് പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ആവശ്യം തന്നെയാണ്. കാരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം അത് പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അത്തരമൊരു ആവശ്യം നിലനിൽക്കുമ്പോൾ കോടതി EDക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. അതേസമയം തന്നെ മുഴുവൻ രേഖകളും കൈമാറുന്നത് സംബന്ധിച്ച് അതിൽ ചില കാര്യങ്ങളെന്ന് പറയുന്നത് രഹസ്യ സ്വഭാവമുള്ള കേസായതുകൊണ്ട് തന്നെ മുഴുവൻ രേഖകളും അതായത് റിമാൻഡ് റിപ്പോർട്ടുകളോ മൊഴിപ്പകർപ്പുകളോ ഒക്കെ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് SITയുടെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് കൃത്യമായും കോടതി പരിശോധിച്ച ശേഷമാകും ഇതിൽ തീരുമാനമെടുക്കുക. എന്തായാലും കേന്ദ്ര ഏജൻസികളെ സർക്കാർ ഭയക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇത്രയും ദിവസമായും കാണാൻ സാധിക്കുന്നത്. അതായത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു, എതിർപ്പറിയിക്കുവാൻ രേഖാമൂലം അറിയിക്കുവാനുള്ള സമയം ചോദിക്കുന്നു, അങ്ങനെ പല രീതിയിലുമുള്ള തടസ്സം സൃഷ്ടിക്കുവാൻ അതായത് ED അന്വേഷണത്തെ ഏത് വിധേനയും തടസ്സപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്വർണ്ണക്കവർച്ച കേസിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുക. M. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.